ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പിസ്സ സോസാണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം, നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് കാണാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പിസ്സ സോസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എങ്ങനെയാണ് ഹോം മെയ്ഡ് പിസ്സ സോസ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ 6 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ അതിൻ്റെ കണ്ണ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒന്നിങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് സ്കിൻ വേഗത്തിൽ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്കിന്ന് റിമൂവ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ കട്ട് ചെയ്തേക്കുന്നത്. പിന്നെ എടുത്തേക്കുന്നത് ഒരു സവോള, ഒരു ചെറിയ സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ ഗാർലിക്, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഷുഗർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ. ഇതൊരു ഇറ്റാലിയൻ ഹെർബാണ്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നല്ലൊരു ഫ്ലേവറാണ് ഇതിന്. അപ്പോൾ ഒറിഗാനോ ഒരു 1/2 ടീസ്പൂൺ മുതൽ ഒരു ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ നമ്മളിത് കുക്ക് ചെയ്യുന്നത് ഒലിവ് ഓയിലാണ്. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. സോസ് തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് ടൊമാറ്റോ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ 6 ടൊമാറ്റോ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം നന്നായിട്ട് ബോയിലായി കഴിയുമ്പോഴേക്കും, ഇപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്, നന്നായിട്ട് ഈ വെള്ളം ബോയിലായി കഴിയുമ്പോഴേക്കും നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ചിട്ടിട്ട് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 2-3 മിനിറ്റ് കൊണ്ട് ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിത് ടൊമാറ്റോ ഒന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണുത്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ സ്കിൻ പീൽ ചെയ്തെടുക്കാം. ഞാനിവിടെ ടൊമാറ്റോ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ സ്കിന്ന് ഈസി ആയിട്ട് റിമൂവ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ട് നന്നായിട്ടല്ല, ഫൈൻ പേസ്റ്റ് ആക്കാൻ പാടില്ല. ഒന്ന് ഒരു പീസസ് ഒക്കെ ഉണ്ടാവണം, ഒത്തിരി ഫൈൻ ആകാത്ത വിധത്തിൽ അരച്ചെടുക്കണം. ഞാൻ ടൊമാറ്റോസ് പീൽ ചെയ്ത് ജാറിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒത്തിരി ഫൈൻ പേസ്റ്റ് ആവാതെ ശ്രദ്ധിക്കുക. നമ്മൾ പിസ്സ സോസ് തയ്യാറാക്കാനായിട്ട് പോവാണ്. ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഒലിവ് ഓയിലാണ് നോർമലി പിസ്സ സോസ് തയ്യാറാക്കാനായിട്ടുള്ളത്. വേറെ ഓയിലൊന്നും അതിന് സ്യൂട്ട് ആവത്തില്ല. അപ്പോൾ നിങ്ങൾ പിസ്സ സോസ് തയ്യാറാക്കുമ്പോൾ ഒലിവ് ഓയിൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന 1 ടീസ്പൂൺ ഗാർലിക് ചേർത്ത് കൊടുക്കുകയാണ്. വെളുത്തുള്ളിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഞാൻ സവോള, ചെറുതായിട്ട് അരിഞ്ഞ ഒരു ചെറിയ സവോള ചേർത്ത് കൊടുക്കുകയാണ്. ഈ സവോള ഒന്ന് സോഫ്റ്റ് ആവുന്നവരെ വഴറ്റിയെടുക്കുക. ഒത്തിരി നമുക്ക് ഗോൾഡൻ ബ്രൗൺ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. സവോള നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ, നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ പ്യൂരി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഒത്തിരി ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടില്ല. ഇനി തീ ഒന്ന് കൂട്ടി വയ്ക്കാം, ഹൈ ഫ്ലെയിമിലേക്ക് വെക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഫ്ലെയിം ഇനി ഒന്ന് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വറ്റിച്ചെടുക്കാം. അടച്ചു വയ്ക്കുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. നമ്മൾ 2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്. ഉപ്പ് നോക്കാൻ മറക്കരുത്. കാശ്മീരി ചില്ലി പൗഡർ തന്നെ ഉപയോഗിച്ചാൽ നല്ല കളർ കിട്ടും സോസിന്. ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇനി നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 ടീസ്പൂൺ ഷുഗർ, ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട്.
1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ചേർത്തത്. ഒരു ഇച്ചിരി കൂടെ ആവശ്യമുണ്ടെന്നാണ് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് തോന്നുന്നത്. അപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂൺ ചേർത്തു. ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ടൊമാറ്റോയ്ക്ക് പുളി കുറവാണെന്ന് തോന്നിയാൽ ഒരു 1/2 ടീസ്പൂൺ വൈറ്റ് വിനെഗർ കൂടെ ചേർത്ത് കൊടുക്കുക. ഫൈനലി നമുക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. അത് കയ്യിലേക്ക് വെച്ച് ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്യുക. അപ്പോൾ നല്ല ഫ്ലേവർ വരും. ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടാനാണ് ഒറിഗാനോ ചേർക്കുന്നത്. പിസ്സ സോസിൽ ഒറിഗാനോ ചേർക്കാറുണ്ട്. ഇനി ഇല്ലെങ്കിലും നമുക്ക് തയ്യാറാക്കാം. മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുറച്ചുകൂടെ ഒന്ന് തിക്കാക്കി എടുക്കാം. നമ്മുടെ സോസ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുക്കുമ്പോഴേക്കും, നമുക്ക് തണുത്ത് കഴിഞ്ഞാലാണ് ഇത് ഫ്രിഡ്ജിലേക്കൊക്കെ എടുത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തണുക്കുമ്പോഴേക്കും നന്നായിട്ട് കുറുകി വരും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് ഓഫ് ചെയ്യാം. ഇത് ഫ്രിഡ്ജിൽ 2 ആഴ്ച വരെ ഒരു കേടും പറ്റാതിരിക്കും. അപ്പോൾ തണുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതൊരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമ്മുടെ ഹോം മെയ്ഡ് പിസ്സ സോസ് തയ്യാറായി കഴിഞ്ഞു. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും വളരെ ടേസ്റ്റിയാണ്. പിസ്സ തയ്യാറാക്കുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാം. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതിയാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.